പ്രഗ്നൻസിയിൽ ചെയ്യാവുന്ന സ്കിൻ കെയറുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കൂടുതലും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്. വാട്സപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു വാട്സപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ അയക്കേണ്ട, ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലാതെ വേറെ യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയക്കാനാണ് ഞാൻ പറയാറ് കേട്ടോ. കാരണം എനിക്കങ്ങനെ വാട്സപ്പിലിരുന്ന് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നാൽ നമ്മുടെ ഓർഡറുകളൊക്കെ പിന്നെ ബാക്കിലായി പോവും. പിന്നെ അല്ലാതെ ഇരുന്ന് കേൾക്കാനോ സംസാരിക്കാനോ ഉള്ള ഒരു സാഹചര്യം അല്ല എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലാണ് അയക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഒരുപാട് സ്കിൻ കെയറുകൾ ചെയ്യാൻ പറ്റും. ഒരുപാട് എണ്ണകളായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാം. സ്ട്രെച്ച് മാർക്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് നേരത്തെയും സ്ട്രെച്ച് മാർക്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രഗ്നൻസിയിലൊന്നും എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഇല്ല. മേ ബി ഒരു 1-2 കാണുമായിരിക്കും. അപ്പോൾ എനിക്കതിന് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്നുള്ള സെബാമെഡിൻ്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കതങ്ങനെ പോകണമെന്നുള്ളൊരു ഫീലൊന്നും എനിക്ക് വന്നിട്ടില്ല. അതിലൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് അല്ലാതെ ഒരു 100 കൂട്ടം കാര്യങ്ങളും ടെൻഷൻസും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു ആ ഒരു ടൈം. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയാലും സെക്കൻഡ് ഡെലിവറി ഒക്കെ ആയാലും എനിക്ക് അങ്ങനെ നോക്കാനുള്ളൊരു കാര്യങ്ങളൊന്നും ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്കധികം സ്ട്രെച്ച് മാർക്സും ഇല്ല. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ഓയിൽസൊക്കെ സേഫായിട്ടുള്ളത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫേസിലും നമുക്ക് വേണമെങ്കിൽ രാത്രി കിടക്കുമ്പോൾ രക്തചന്ദനം, നിങ്ങൾ രക്തചന്ദനം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തടി തന്നെ ഇട്ട് ഉരയ്ക്കുക കേട്ടോ. അല്ലാതെ പൊടി വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഞാൻ ഒരാളെയും ഞാൻ പറയത്തില്ല. കാരണം അത്രയും കെമിക്കൽ കണ്ടൻ്റ് ഉള്ളതാണ്. കെമിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള രക്തചന്ദന പൊടിയൊന്നും ആയിരിക്കത്തില്ല അതിനകത്തുള്ളത്. പിന്നെ ചന്ദനം അരച്ചിടാം. ചന്ദനം ഡെയിലി അരച്ചിടേണ്ട ആവശ്യമില്ല. കാരണം ഡെയിലി അരച്ചിട്ടാൽ മുഖത്തിന് ചെറിയൊരു ഡാർക്ക്നെസ് വരും. 1 വെച്ചിട്ട് നമുക്ക് അരച്ചിടാം. ക്യാരറ്റ് അരച്ചിട്ട് അത് ഫേസിലിട്ട് കൊടുക്കാം. തക്കാളി വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. ഇത് ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫറൻസ് വരും നമ്മുടെ ഫേസിൽ കേട്ടോ. ഒന്നാമത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇതല്ലേ. എൻ്റെ നേരത്തെ ഒരു സ്കിൻ ടെക്സ്ചറേ അല്ല ഇപ്പോൾ. ടോൺ വൈസ് ആണെന്നുണ്ടെങ്കിലും സ്കിന്നിൻ്റെ ആ ഒരു ഘടന എല്ലാം മാറി ഒത്തിരി ഹെയർസ് വരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം എനിക്ക് ഞാൻ വെച്ചാൽ അതിനെക്കുറിച്ച് ബോധേഡല്ല. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി അങ്ങ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാം അങ്ങ് ബാക്ക് ടു നോർമൽ ആകുന്നൊരു ടൈം വരും അല്ലേ. അതുവരെ ഈ ഒരു സമയം കൊടുത്തേക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കുക. മാക്സിമം വോമിറ്റിംഗ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഹെൽത്തിനെ റെഡിയാക്കി വയ്ക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എനിക്ക് പറ്റാത്തതാണ്, വെള്ളം കുടിക്കാനേ പറ്റാറില്ല. മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. ഫുഡ് കഴിക്കുക.